ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നത്തോലിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നത്തോലി. ഇതാ വളരെ ചെറിയ നത്തോലിയാണ് കേട്ടോ. ഇതൊക്കെ നുള്ളിയെടുത്ത് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. കണ്ടില്ലേ, അത്രക്കും ചെറുതാവും. അപ്പോൾ ഇതൊക്കെ നുള്ളിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ കുറേ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഞാൻ നത്തലൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് വെക്കാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ കാൽഭാഗമേ ഞാൻ വെക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നത്തൽ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4-5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചുവന്നമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി, 2 പച്ചമുളക് നെടുകെ കീറിയത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിന് കണക്കായിട്ടുള്ള മീൻ എടുത്തിട്ടു. ഇതാ ഇത്രയും എടുത്തിട്ടു. അപ്പോൾ ഇത് നമ്മൾക്കിനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഇടേണ്ടത് തക്കാളി, ഇഞ്ചി ചെറിയതായി മുറിച്ചത്, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം നമ്മൾക്ക് ഇനി ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചാറ് എത്രയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള പുളി വെള്ളവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഇപ്പം നിങ്ങളെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ പാകത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പുളിയും എരിവും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പും പുളിയും ചേർത്ത മീനിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. മീനിൻ്റെ 1/4 വേഗം ആവുന്ന സമയത്ത് നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നത്തലിലേക്ക് മസാലപ്പൊടികളും പിന്നെ പുളിയും എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി കുറേ സമയം തിളച്ച് വന്നിട്ടുണ്ട്. കുറേ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 മിനിറ്റായി തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ വെളുത്തുള്ളിയും തേങ്ങായും പിന്നെ ജീരകവും ചേർത്ത് അരച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതെല്ലാം ചേർത്തിട്ട് പാകത്തിനുള്ള ചാറെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ചാറ് മതിയാവും. അപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുറഞ്ഞ തീയിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി മുറിച്ചത് വറവിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഉള്ളി വറവിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നത്തോലി തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയൂ കേട്ടോ.
നല്ല ഉപ്പും പാകത്തിന് ഉപ്പും പുളിയും പിന്നെ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.